بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയിൽ വന്ന ദുറൂസിന്റെ വിഷയത്തിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് അതൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത്, ശരിക്ക് ശരി നൽകാം എന്നാണ്. ഇവിടെ 5 ചോദ്യങ്ങളും അതിന് 2 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ശരിയായ ഓപ്ഷൻ അതിൻ്റെ നേരെ ശരിയിട്ട് കൊടുക്കുക. ഒന്നാമത്തേത്, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു എന്നുണ്ട്. അതിൻ്റെ നേരെ ശരിയിട്ട് കൊടുക്കുക. രണ്ടാമത്തേത്, അസ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖി, മുനാഫിഖീങ്ങൾക്ക് നിസ്കാരത്തിലെ ഏറ്റവും ഭാരമായി തോന്നുന്നത് സ്വലാത്തുൽ മഗ്രിബി സ്വലാത്തുൽ ഫജ്രി എന്നുണ്ട്. സ്വലാത്തുൽ ഫജ്രി സുബ്ഹ് നിസ്കാരമാണ് മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമായിട്ടുള്ളത്. മൂന്നാമത്തേത്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇബാദത്ത് എന്ന് ഉണ്ട്. അതിൻ്റെ നേരെയാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. നാലാമത്തേത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ എന്നാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. അഞ്ചാമത്തേത്, ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം നന്മ ചെയ്യുക, നന്മ ചോദിക്കുക എന്നുണ്ട്. നന്മ ചെയ്യുക എന്നാണ് ഉത്തരം. അതിൻ്റെ നേരെ ടിക്കറ്റ് കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നാണ്. അതിലൊന്നാമത്തേത്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ ഡാഷ് വസിയാദത്തുൻ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തേത്, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യാൻ അല്ലാഹു ഡാഷ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് എഴുതേണ്ടത്. മൂന്നാമത്തേത്, പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് ഡാഷ് സൂചിപ്പിക്കുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത്. നാലാമത്തേത്, സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് ഡാഷ് അവന്റെ തിരുദർശനം. 5, ഷിർക്കും കുഫ്റും രണ്ടും അള്ളാഹു മാപ്പാക്കാത്ത മഹാപാപങ്ങൾ ആണ് എന്നാണ് എഴുതേണ്ടത്. മഹാപാപങ്ങൾ ആണ് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണ്. ഒന്നാമത്തേത്, തൗഹീദ് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കണം. ഉത്തരം, അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് എന്നതാണ് അവിടെ എഴുതേണ്ടത്. 2, ഇബാദത്ത് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കി എഴുതണം. അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങളുടെ എണ്ണം 99
എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നാണ്. ഒന്നാമത്തെ ചോദ്യം: നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും സത്യവിശ്വാസിക്ക് ഭാരമായി തോന്നുകയോ മടി അനുഭവപ്പെടുകയോ ഇല്ല. എപ്പോഴാണത്? ഉത്തരം: സത്യവിശ്വാസി അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ എന്നാണ് എഴുതേണ്ടത്. 2. ഏത് നിസ്കാരവും ആസ്വാദികരമാകുന്നത് എപ്പോഴാണ്? ഉത്തരം: ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ഇഷ്ടത്തോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും നമുക്ക് ആസ്വദിച്ച് ചെയ്യാനാകും എന്നാണ് എഴുതേണ്ടത്. മൂന്നാമത്തേത്: നാം നന്മയിൽ വർത്തിക്കണം ആരോടെല്ലാം? നമ്മുടെ പാഠപുസ്തകത്തിൽ അയൽവാസികൾ, വീട്ടുകാർ, കൂട്ടുകാർ, കുടുംബക്കാർ, നാട്ടുകാർ എന്നൊക്കെ എഴുതേണ്ടത്. നാലാമത്തേത്: നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണത് ഏത്? ഉത്തരം: അസ്മാഉൽ ഹുസ്ന എന്നാണ് എഴുതേണ്ടത്. അഞ്ചാമത്തേത്: അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന ആശയമുള്ള ആയത്ത് ഏതാണ്? ഉത്തരം: വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നാണ്. ഒന്നാമത്തെ ചോദ്യം: ഈമാൻ എന്നാലോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലാഹുവിലും ഡാഷ് പ്രവാചകന്മാരിലും ഡാഷ് അന്ത്യനാളിലും ഡാഷ് ആയ എല്ലാ ഡാഷ് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണെന്നതിലും നീ വിശ്വസിക്കലാണ്. അവിടെ ഇടയിൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഈമാൻ എന്നാലോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അള്ളാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും കിതാബുകളിലും അന്ത്യനാളിലും നന്മയും തിന്മയും ആയ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണെന്നതിലും നീ വിശ്വസിക്കലാണ് എന്നാണ് ചേർത്ത് എഴുതേണ്ടത്. അവസാനത്തെ പ്രവർത്തനം കള്ളികളിൽ അസ്മാഉൽ ഹുസ്ന എഴുതാം. ഇവിടെ അല്ലാഹു അർ-റഹ്മാനു അർ-റഹീം എന്ന് കാണാൻ കഴിയും. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9 കള്ളികൾ വിട്ടുപോയിട്ടുണ്ട്. അതിൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏതെങ്കിലും നാമങ്ങൾ എഴുതി കൊടുക്കുക. അൽ മലിക്കു, അൽ ഖുദ്ദൂസു, അസ്സലാമു, അൽ മുഅ്മിനു, അൽ മുഹൈമിനു, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ, അൽ ഖാലിഖ്, അൽ ബാരി', അൽ മുസവ്വിർ, അൽ ഗഫാർ, അൽ ഖഹാർ, അൽ വഹാബ്, അൽ റസാഖ്, അൽ ഫത്താഹ്, അൽ അലീം, അൽ ഖാബിൽ തുടങ്ങി 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലൊക്കെ 9 എഴുതി കൊടുക്കുക. അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ.